ശ്രീമതി മീനു സന്ദീപിലേക്ക് വരികയാണ്. ശ്രീമതി മീനു, ഈ നമുക്ക് എപ്പോഴും നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായത്തിന് ആരുണ്ടാകുമെന്നാണ് ആദ്യം ചിന്തിക്കുക. ആരെ വിളിക്കും? ഇപ്പോൾ ഈ കേസിലല്ലാതെ നമ്മൾ അകത്ത് പറഞ്ഞ പോലെ, ഇപ്പോൾ അഭിരാമി പറഞ്ഞതുപോലെ പുറത്ത് അസമയത്തൊരു അല്ലെങ്കിൽ വളരെ വൈകിയൊരു തട്ടൽ കേൾക്കുമ്പോൾ, വാതിലൊരു മുട്ടൽ കേൾക്കുമ്പോൾ ആരെ നമ്മൾ വിളിക്കും, അത് ആരാണെന്ന് വിചാരിച്ച് തുറക്കും എന്നൊക്കെയുള്ള ആശങ്ക നമുക്കുണ്ട്. അവിടെയാണ് 181 എന്ന നമ്പർ നമ്മളെല്ലാവരും ഓർക്കണമെന്ന് പറയുന്നു. പക്ഷെ എത്രത്തോളം അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾക്കാണ് കൂടുതൽ പറയാൻ സാധിക്കുക. 181 ഹെൽപ്പ് ലൈനിനെ കുറിച്ച് ഒന്ന് പറയാമോ? കൂടുതലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. അവിടെയാണ് 181 ഒരു ഉത്തരം നൽകുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും. 181 വിമൻ ഹെൽപ്പ് ലൈൻ കൺട്രോൾ റൂം എന്ന് പറയുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റിലെ ഏത് നമ്മുടെ ജില്ലകളിൽ എവിടെ നിന്ന് വിളിച്ചാലും നമ്മുടെ 181ലേക്ക് തന്നെ ആയിരിക്കും കോള് കിട്ടുന്നത്. ഇത് നിലവിൽ നിങ്ങൾക്കൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ചിലപ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിലും ഒത്തിരി കേസുകൾ നമ്മുടെ 181ലേക്ക് വരുന്ന കോളുകൾ നമുക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ നമുക്കത് ട്രേസ് ചെയ്ത് അവർക്ക് വേണ്ട എമർജൻസി ഹെൽപ്പ് ലൈൻ കൊടുക്കുന്നതിനായിട്ട് കഴിയും. നേരത്തെ അഭിരാമി പറഞ്ഞതുപോലെ നമുക്ക് ഈ കഴക്കൂട്ടം ഭാഗത്തു നിന്ന് തന്നെ അവിടുത്തെ ഒരു ഹോസ്റ്റലിൽ നിന്ന് ഇത്തരത്തിൽ രാത്രി പെൺകുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലിൽ വന്ന് ഡോറില് മുട്ടുക, ഇത്തരത്തിലുള്ള കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എമർജൻസി ആയിട്ട് പോലീസിനെ ആ ലൊക്കേഷനിലേക്ക് വിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ അക്യൂസിനെ കണ്ടെത്താൻ കഴിയുന്ന ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിലവിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ നമ്മുടെ കുട്ടികൾ വളരെ ലേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. റീസെന്റ് ആയിട്ട് ഒരു കേസ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, കോളേജിൽ നിന്നും അവർ ക്ലാസ് കഴിഞ്ഞ് അവരുടെ എക്സ്ട്രാ ക്ലാസ്സും കഴിഞ്ഞ് ഒരു 7 മണിയോടുകൂടി അവരുടെ ഹോസ്റ്റലിലേക്ക് പോകുന്ന കുട്ടികൾ ഫോളോ ചെയ്തു വന്ന ഒരു കേസ് ഉണ്ട്. പക്ഷെ അവര് പെട്ടെന്ന് ആ ഫോളോ ചെയ്യുന്ന സമയത്ത് 181 വിളിച്ചിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നമ്മുടെ ഓരോ സ്ത്രീകളും ഓരോ പെൺകുട്ടികളും അറിയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള 181 ഹെൽപ്പ് ലൈൻ കൺട്രോൾ റൂം 24 hours പ്രവർത്തിക്കുന്ന ഇടമാണ്. ഇൻ കേസ് നമ്മുടെ ലൈൻ ബിസി ആണെങ്കിൽ പോലും നിങ്ങളുടെ കോൾ അതിൽ ലാൻഡ് ചെയ്ത് കിടക്കും. തിരിച്ച് നമുക്ക് ആ നമ്പറിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കോള് ഡീൽ ചെയ്യുന്ന ആള് പെട്ടെന്ന് തന്നെ വിളിക്കും. നിങ്ങൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് വിളിച്ചാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നുള്ളത്. നിലവിലെ സ്ഥിതി നിങ്ങൾ സംസാരിച്ച അനുസരിച്ച്, ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ തൊഴിലിടത്തോ ഹോസ്റ്റലിലോ ഒരിടത്തു പോലും നമുക്ക് സ്വതന്ത്രമായിട്ട് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും 181 വിമൻ ഹെൽപ്പ് ലൈനിലൂടെ ധാരാളം പേർക്ക് സേവനം നൽകുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കേസുകൾ മാത്രമല്ല, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസുകളും തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ 181 ഇന്റഗ്രേറ്റഡ് ആണ്. കേരളത്തിലെ ഒരു കുട്ടി തമിഴ്നാടോ കർണാടകയിലോ മറ്റേത് സ്റ്റേറ്റില് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും താമസിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് എമർജൻസി ആയിട്ടുള്ള എന്ത് കാര്യത്തിനും 181ലേക്ക് വിളിക്കാനായിട്ട് കഴിയും. നമുക്ക് കൺസേൺ ഓരോ സംസ്ഥാനങ്ങൾ വഴി കണക്ട് ചെയ്തുകൊണ്ട് എമർജൻസി ആയിട്ട് നമുക്ക് സർവീസ് കൊടുക്കാനായിട്ട് കഴിയും. നമുക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട് കഴിയും. പോലീസുമായിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പോലീസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കേസ് പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാനും അതിന്റെ അപ്ഡേഷൻസ് എടുക്കാനും ഓഡിയോ ഉൾപ്പെടെ നമുക്ക് ലിങ്ക് ക്ലിയർ ചെയ്ത് എമർജൻസി ആയിട്ട് തന്നെ സർവീസ് കൊടുക്കുന്നതിന് 181 കഴിയുന്നുണ്ട്. പക്ഷെ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ്. മാഗി, ഞാൻ താങ്കളിലേക്ക് വരാം.